ഈ അടിയന്തര സമ്മേളനത്തിന്റെ പരമോദ്ദേശം ഇതിനകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അവതാര പുരുഷനായ ക്രിസ്തുദേവന്റെ ശിഷ്യൻ വിശുദ്ധ തോമാവുകൾക്ക് കൃത്യമായൊരു സ്വീകരണം നൽകേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ആ ദിവ്യചരിത്രം അദ്ദേഹത്തിന്റെ ശിഷ്യനിൽ നിന്നും നേരിട്ട് കേൾക്കാനുള്ള സന്ദർഭം അസുലഭമാണെന്ന് നാം വിശ്വസിക്കുന്നു. മഹാരാജാവേ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഗലീലയിലെ ഒരു രാജ്യമായ നസ്രത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഔസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ആ കന്യകയുടെ പേർ മറിയം എന്നായിരുന്നു. ദൈവദൂതൻ കന്യകയെ സമീപിച്ചു. നന്മ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്തു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. അവിടുന്ന് മഹാനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ദൈവവചനമനുസരിച്ച് ക്രിസ്തുദേവൻ കന്യകാപുത്രനായി പൂജാതനായി. ഓ, കന്യാപുത്രനും പ്രസവിച്ചു കഴിഞ്ഞാൽ അത് കന്യകയല്ല. ഒരുപക്ഷെ വിവാഹത്തിന് മുമ്പ് ഗർഭവതിയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു എന്താണ് നിർത്തിക്കളഞ്ഞത്? എന്താണെങ്കിലും തുറന്നു പറയൂ. അദ്ദേഹത്തിന് സംസാരിക്കുന്നില്ല, നാവുവാനങ്ങുന്നില്ല. അവിവേകം ക്ഷമിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. ദൈവം നാവ് തന്നത് അദ്ദേഹത്തെ നിന്ദിക്കാനല്ല, നിഷേധിക്കാനല്ല. സർവശക്തനായ ഈശോ മിശിഹ നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. ഇത്ര പെട്ടെന്ന് അങ്ങയെ പിരിയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. രത്നങ്ങൾ കുറെ ബാക്കിയുണ്ട്. ഇന്ന് തന്നെ കോസൽ രാജ്യത്ത് പോയി അതൊക്കെ വിറ്റ് തിരിച്ചു വരണം. കച്ചവടത്തിൽ അമിതാദായം ആഗ്രഹിക്കരുത്. കർത്താവ് നല്ല രക്ഷിക്കട്ടെ. രാജഗുരു ഇനി ആരോടും സൂക്ഷിച്ചേ പെരുമാറും. ഒരു അവതാര പുരുഷന്റെ പിൻഗാമിയെ അദ്ദേഹം അധിക്ഷേപിക്കാൻ തുനിഞ്ഞത് എന്തായാലും വിവേകമായി പോയി. തന്നെക്കാൾ വലിയൊരാളുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഭാവം. അതിതോടെ അവസാനിച്ചു. ശരിയായിരിക്കാം, പക്ഷേ ഗുരുക്കന്മാരെ നിഷേധിക്കുന്നത് നിനക്കും നന്നല്ല. അതുകൊണ്ട് സത്യം മറച്ചു വെക്കാൻ സാധിക്കുമോ പിതാജി? തിരുമേനി, അവിടുത്തെ തിരുനാൾ ദിവസം രാജ്യമെങ്ങും ആ മഹോത്സവത്തിൽ പങ്കുകൊള്ളും തക്ക നോക്കി ഒരു മിന്നലാക്രമണം കൊണ്ട് നമ്മെ ആക്രമിച്ച് കീഴടക്കാൻ അയൽ രാജാവ് രുദ്രസേനൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതുവരെ ആക്രമണത്തിന് സൂചന പോലും നമുക്കുണ്ടായിരുന്നില്ല. ഇത്ര വേഗം ഒരു നല്ല സേനാവിഭാഗം അതിർത്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ തന്ത്രപരമായ ഒരു നുഴഞ്ഞുകയറ്റത്തിനാണ് അവരുടെ പരിശ്രമം. എന്ന് വെച്ചാൽ നമ്മുടെ താക്കോൽ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെല്ലാം തന്ത്രത്തിൽ പാട്ടിലാക്കും. അവർ മുഖാന്തരം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വഞ്ചകരല്ല. എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല തിരുമേനി. ഈ കൊട്ടാരത്തിനകത്ത് വരെ ശത്രുചരന്മാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അടിയന്റെ സൂക്ഷ്മമായ അറിവ്. മഹിപാൽ, വ്യക്തമായ തെളിവോടുകൂടിയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? വെറും സംശയം കൊണ്ട് തീരുമാനിക്കാനല്ല അവിടെ തന്നെ ചാരപ്രധാനിയെ നിയമിച്ച് അനുഗ്രഹിച്ചത്. നാം സൂക്ഷിക്കണം, ഭയപ്പെടണമെന്ന് അടിയന് തോന്നുന്നില്ല. മന്ത്രിസഭ ഉടൻ വിളിച്ചു കൂട്ടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും അടിയൻ തന്നെ ചെയ്തോളും. മഹാരാജാവ് തന്നെ അതിരറ്റ വിശ്വാസമാണ്. കിട്ടുന്ന അവസരം പാഴാക്കുന്നവന്റെ പേര് വിശ്വസ്തനെന്നല്ല, വിഡ്ഢിയെന്നാണ്. ഞങ്ങൾ ജയിച്ചാൽ ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങളായിരിക്കും. ഞങ്ങളുടെ രാജാവിന് സാമന്തനായിരിക്കണമെന്നല്ലാതെ മറ്റൊരു വ്യവസ്ഥയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത തരത്തിൽ എന്ത് സഹായവും ചെയ്തു തരാൻ ഞാൻ സന്നദ്ധ. അതുകൊണ്ട് ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം തൽക്കാലം ചെയ്യുക. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. നീ നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് വേദപ്രമാണം അനുശാസിക്കുന്നത്. നാം ആരെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
ഗത്സുമേൽ തോട്ടത്തിൽ വെച്ച് പത്രോസ് ഒരു പടയാളിയെ വാളെടുത്ത് വെട്ടി. അപ്പോൾ ഈശോ അരുളിച്ചത്, നീ നിന്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ വീഴ്ത്തപ്പെടും എന്നാണ്. അതുപോലെ നമ്മെ ആക്രമിക്കാൻ വരുന്നവരും സ്വയം നശിച്ചുകൊള്ളുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം അടങ്ങിയിരിക്കണമെന്നാണോ അങ്ങയുടെ അഭിപ്രായം? അവരെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ നേരിടണം. അവർക്ക് നമ്മുടെ രാജ്യം, ഇവിടത്തെ ഭരണാധികാരമാണ് ആവശ്യം. അത് നാം വിട്ടുകൊടുത്തുകൊണ്ട് സമാധാനം പാലിക്കണം. നമ്മുടെ അഭിമാനം അടിയറ വെക്കണം. ആരും ആരുടെയും അടിമകളല്ല, ആരെയും അടിമകളാക്കാനും സാധ്യമല്ല. ഇത് വേദാന്തികളുടെ സിദ്ധാന്തമാണ്. തന്റെ രാജ്യം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ് ഒരു രാജാവിന്റെ ധർമ്മം. നിരപരാധികളെ കൊന്നൊടുക്കുകയാണോ രാജ്യരക്ഷ, രാജധർമ്മം? ശത്രുസംഹാരം രാജനീതിയാണ്. ശത്രുക്കൾക്ക് മാത്രമല്ല, മിത്രങ്ങൾക്കും നാശം വരുത്തുന്നതാണ് യുദ്ധം. അതിന്റെ എല്ലാ കെടുതികളും നാം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശത്രുക്കളുടെ കാരുണ്യത്തിന് വേണ്ടി കാലുപിടിക്കാൻ ഏതായാലും നമുക്ക് സാധ്യമല്ല. കാരുണ്യത്തിന് വേണ്ടി കർത്താവിന്റെ കാല് പിടിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ആക്ഷേപം തോന്നുന്നുണ്ടോ? നാം ഈശ്വരവിശ്വാസിയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. വരണം, ഇരുന്നാട്ടെ. അവിടുത്തെ സ്വീകരിക്കുവാനുള്ള കൽപ്പ് എനിക്കില്ല. എങ്കിലും ഇവിടേക്ക് എഴുന്നള്ളി നിലയ്ക്ക് കൊള്ളാം. ഗുരുനാഥയുടെ സൽക്കാരം ശിഷ്യക്ക് അനുഗ്രഹമല്ലേ? ഞാൻ ധന്യയായി. ഇരിക്കണം. പാലാണ്, കുടിക്കണം. തോമ എന്നാണ് പേര്. യുദ്ധം കൂടാതെ തന്നെ രാജാവിനെ രക്ഷിക്കാമെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടത്രേ. അതെങ്ങനെ? വലിയ സിദ്ധനാണ് അദ്ദേഹം. വിചാരിക്കാൻ നടക്കാത്ത കാര്യങ്ങളിൽ എന്താ, വല്ല മന്ത്രശക്തി ഉപയോഗിക്കുമെന്നാണ്? എന്തോ അതൊന്നും എനിക്കറിഞ്ഞു. അപ്പോൾ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുന്നില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. മഹാരാജാവിന് അദ്ദേഹത്തെ വലിയ വിശ്വാസമാണെന്ന്. വളരെ സന്തോഷം. ആ വിശ്വാസം ഞങ്ങളുടെ ആക്രമണത്തോട് അവസാനിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ആരെയും അത്ഭുതപ്പെടുത്തുന്ന എന്തോ ശക്തിയുണ്ടെന്നുള്ളത് തീർച്ചയായും. എന്നാൽ മനുഷ്യനെ പറ്റിക്കാനുള്ള വല്ല തന്ത്രങ്ങളും അയാൾക്കറിയാമായിരിക്കും. ആ തന്ത്രം കൊണ്ട് നമ്മുടെ തന്ത്രം ഫലിക്കാതെ വന്നാൽ മഹാരാജാവിനോട് അയാൾക്ക് അത്രയ്ക്ക് താല്പര്യമാണ്. ആ കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതില്ലാതാക്കിയാൽ മതിയോ? എങ്ങനെ? മഹാരാജാവിനോട് തോമായിക്ക് വൈരാഗ്യം തോന്നണം. അതിനുള്ള മാർഗം നിങ്ങൾ സൃഷ്ടിക്കണം. അതിനുള്ള മാർഗം ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്. മഹിബല്ല, ഇതെന്റെ ഒരു അകന്ന ബന്ധുവാണ്. മഹിബാൽ ഞങ്ങളുടെ ചാരപ്രധാനി. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. എന്തെങ്കിലും വിശേഷമുണ്ടോ? നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ കുശല പ്രശ്നം നടത്തുകയാണ്. ഞാൻ പിന്നീട് വരാം. ഒരു വശം ആകെ തളർന്നു. പക്ഷേ ജീവന അപകടമൊന്നും ഉണ്ടാകില്ല. എഴുന്നേൽക്കാനോ നടക്കാനോ സാധിച്ചില്ലെന്ന് വന്നേക്കാം. ശുഭേ, എന്റെ പൊന്നുമോനെ,